സാറ്റർഡേ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് ക്ലിഫ് കാണാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ വരെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നേ. ഞങ്ങൾ വന്നു കഴിഞ്ഞ് അടിപൊളി വെയില. ഇന്നലെയൊക്കെ സമ്മറിലെ മാതിരി വെയിലായിരുന്നു. ഇന്നും നല്ല വെയില്, നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് ജാക്കറ്റിനൊന്നും ആവശ്യമില്ല. ജർമ്മനിയിൽ -ഡിഗ്രി തണുപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. 16 ഡിഗ്രി ചൂടങ്ങാണ്ടുണ്ട്. അവിടെ ആണെങ്കിലും -10 വന്നാ ഞങ്ങൾ. ഈ ജാക്കറ്റ് ഒക്കെ ഇരട്ടി പൊട്ടന്മാരിങ്ങനെ വിചാരിക്കണ്ടേ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മാൾട്ടയിലെ തന്നെ ഫേമസ് ആയ ഡിംഗ്ലി ക്ലിഫിലാണ്. വെതർ അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും തന്നെ. ഇവിടുത്തെ ഒരു ഹൈയസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്നുള്ള സീ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൈഡിൽ നമുക്ക് ആ സീയും ക്ലിഫും ഒക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ബോട്ടിംഗ് ഉള്ളതാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ കയറി നമുക്ക് ഈ ക്ലിഫിൽ അകത്തൂടെയൊക്കെ കയറാൻ പറ്റുന്നതാണ്. പക്ഷേ 2 ദിവസം മുന്നേ വരെയുള്ള വെതർ ഓക്കെ അല്ലാത്തത് കൊണ്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അവിടെയൊക്കെ പോകാനായിട്ട് പറ്റുമായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലിഫിൻ്റെ മെയിൻ വ്യൂ. ബോട്ടിൽ റൈഡ് വരുമ്പോൾ നമുക്കിതിനകത്തൊക്കെ കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. സൺസെറ്റ് ടൈമിലൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കുമേ. ഞങ്ങൾ വെള്ളം കുറച്ചും കൂടി അടുത്തേക്ക് കാണാൻ പോവുകയാണ്. ഇതിലെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നമുക്ക് ബോട്ടിങ്ങിനുള്ളതും സ്കൂബ ഡൈവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഹിന്ദിക്കാരൻ ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ നെറ്റിയിലെ പൊട്ടെല്ലാം കണ്ടിട്ട് പുള്ളി ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായിട്ട് ഞങ്ങളെ കയറ്റിയതാട്ടോ. You are from Kerala. Ernakulam, Kerala. Kozhikode. Someone say Calicut. Someone say Kozhikode. Difficult. I just cooking and tell me you go Kozhikode. Then I say where Kozhikode? Calicut, you know, go Calicut. Then I say you are writing here Kozhikode. And say me Calicut, different. No control. Open cabinet, cabinet. എന്തായാലും ഓസിനെ കയറിയതില്ല. അപ്പോൾ പിന്നെ മേളിൽ കൂടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേളിലേക്ക് പോയി. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കയറാവോ എനിക്കറിയത്തില്ല. നമുക്ക് താഴേക്ക് പോവാം. ചേട്ടൻ നമ്മളെ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടു. പുള്ളിയുടെ ഒരു ബായും പറഞ്ഞ് നമ്മൾ പോയി. എടുത്തിട്ട് ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ ബീച്ചിലെത്തിയിരിക്കാണ് ഗായ്സ്. ഞങ്ങൾ മൊത്തം ബീച്ചിലാണ് പോയി ഇറങ്ങാൻ പോവുകയാണ്.
ഇവിടെയാണോ സൺഡേ മാർക്കറ്റ്? മാർക്കറ്റാ. ഈ ബോട്ടിംഗ് ഒന്നും ഇല്ല അപ്പൊ. ഞങ്ങളങ്ങനെ നീല വെള്ളമുള്ള ബീച്ചിലെത്തി. ഇവിടെ വീടിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ഈ ബീച്ചിലേക്ക്. അടിപൊളി, നല്ല നല്ല നീല കളർ വെള്ളമാണ്. ഇത് കാണാൻ നല്ല രസമാണ്. ഇവിടെ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ ആഴം കുറവാണ്. ഇവിടെ എല്ലാവർക്കും ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു ബീച്ച്. അടിപൊളി. ഞങ്ങൾ ഇറങ്ങാൻ പോയത്. മണത്തിനേക്കാളും കൂടുതൽ വേറെ എന്തോ സാധനം. പറയണ്ടേ